ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മൾ നേന്ത്രക്കായ് വെച്ചിട്ട് ഒരു ഉപ്പേരി അല്ലെങ്കിൽ ഒരു തോരൻ ആക്കുകയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് കായ് ഇങ്ങനെ ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് ഇങ്ങനെ മുറിച്ച് കൊടുക്കാം. അപ്പം നമ്മൾ വളരെ ചെറുതായിട്ട് ഇങ്ങനെ കൊത്തി അരിയാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, നമ്മൾ പച്ചക്കായൊക്കെ മുറിക്കുമ്പോൾ എപ്പോഴും മഞ്ഞൾ വെള്ളത്തിലേക്ക് മുറിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതിൻ്റെ കറയൊക്കെ ഒന്ന് ഇളകി കിട്ടും. നമ്മളിങ്ങനെ കഴുകിയെടുത്താൽ മതി. ഇനി നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് അതിനകത്തൊരു കട്ടി ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് മുറിച്ച കായ കഷ്ണങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഞാനൊരു പച്ചമുളക് കീറി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ അത് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു 1/4 to 1/2 ഗ്ലാസ് വെള്ളം മതി. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുക്കണം. ഒരു 1/4 to 1/2 ടീസ്പൂൺ, അര വേണ്ട കേട്ടോ, അരയിലും കുറവായിട്ട് മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് അടച്ച് വെച്ചിട്ട് കായൊന്ന് വേവിച്ചെടുക്കണം. ഓക്കെ, വളരെ സിമ്പിളാണ്, ബട്ട് ഭയങ്കര ടേസ്റ്റിയാണ്. നമ്മളിത് നേന്ത്രക്കായ വെച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ. ബാക്കി എന്ത് കായ വെച്ച് ചെയ്താലും അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ കുറേ പേർക്ക് ഇത് അറിയുന്നതായിരിക്കും. സിമ്പിളാണ്. പുതുതായിട്ട് കുക്കിംഗ് ചെയ്യുന്നവർക്കൊക്കെ ഇതൊരു വെറൈറ്റി ആയിട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വളരെ ഹെൽത്തിയാണ്. അതുകൊണ്ട് നമുക്ക് വേറെ പച്ചക്കറിയൊന്നും വേണ്ടല്ലോ, നമ്മളെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ചെടുത്തിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മളെ കായ ഒന്ന് വെന്തിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കുക. വെള്ളമൊക്കെ വറ്റിയോ ഒക്കെ നോക്കിയിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ചിരവിയ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1/4 മുറി തേങ്ങയിലും കുറവായിട്ട് മതി കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൽ താളിപ്പാന്ന് മെയിൻ. അപ്പോൾ ഇത് നമുക്ക് വെറുതെ ഒന്ന് വെളുത്തുള്ളി ചതച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടും കഴിക്കാം കേട്ടോ. അതും ഒരു ടേസ്റ്റാണ്. ഇപ്പം ഞാനിവിടെ താളിപ്പിട്ടിട്ട് വേറൊരു വിധത്തിലാണ് ആക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ വാലുരുളി ഉണ്ടല്ലോ, അത് അടുപ്പിൽ വെച്ചിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ചധികം വെളിച്ചെണ്ണ വേണം കേട്ടോ, ബിക്കോസ് നമ്മളിതിൽ വേറെയും ഇൻഗ്രീഡിയൻസ് ഇടുന്നുണ്ട്. അതിനകത്തേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായി പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ വറ്റൽമുളക്, കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റായ നമ്മൾ സവാള കൊത്തി അരിഞ്ഞതാണ് ഇടുന്നത് കേട്ടോ. നന്നായിട്ട് ചെറുതായിട്ട് കൊത്തി അരിയണം. ഇതിൻ്റെ മെയിൻ ടേസ്റ്റാണ്. ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഏകദേശം ഒരു കുഞ്ഞ് സവാള അല്ലെങ്കിൽ വലുതിൻ്റെ പകുതി അത്രയും എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നല്ല ബ്രൗൺ കളറാവണേ. അത്രയും ആകുമ്പോഴേക്കും നമ്മളിത് വേവിച്ച് വെച്ചിരിക്കുന്ന കായലിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ടേസ്റ്റി കായുപ്പേരി റെഡിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കാരണം നമുക്ക് ഒത്തിരി പുതിയ കൂട്ടുകാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണേ. ഇതുപോലെ തന്നെ ഷോർട്സിലും നമ്മൾ ഒത്തിരി നല്ല വീഡിയോസ് ഇടുന്നുണ്ട് കേട്ടോ, ഷോർട്ട് വീഡിയോ ആയിട്ട്. അപ്പോൾ അതും തീർച്ചയായിട്ടും കാണാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുമല്ലോ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ.